ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, മാഷിദ ബേബി നമ്മുടെ നബി മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിരുന്ന സമയത്ത് മാഷിദ ബേബി മൂസാ നബിയെ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ചുറച്ച് ജീവിക്കുകയും ചെയ്തു. മാഷിദ ബേബി ഫിറോവിൻ്റെ ദാസിയും ഫിറോവിൻ്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീയുമായിരുന്നു. അവൾക്ക് 3 മക്കളുണ്ടായിരുന്നു. അവൾ വളരെ സൗന്ദര്യവതിയും അവൾ നല്ല കുലീനയുമായ ഒരു യുവതിയായിരുന്നു. അവൾക്ക് ഇസ്ലാമിൽ വിശ്വസിക്കാനും മുസ്ലിമായി ജീവിക്കാനും അള്ളാഹുൽ വിശ്വസിക്കാനും ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മൂസാ നബിയിൽ വിശ്വസിക്കുകയും മൂസാ നബി പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെ മൂസാ നബി പറഞ്ഞു, നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം തുടങ്ങാനെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഷിദ ബേബി റളിയല്ലാഹു അൻഹ അവിടെ മൂത്ത മകളായ 7 വയസ്സുകാരിയുടെ തല ചീവാനായിട്ട് ചീപ്പെടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയപ്പോൾ ഫിർഔന്റെ കാതിൽ അത് കേട്ടു. ഫിർഔൻ രോഷാകുലനായി അവളുടെ നേരെ വളരെ രോഷാകുലനായി അവളുടെ നേരെ ചാടി വീണിട്ട് പറഞ്ഞു, നീ അള്ളാഹുൽ വിശ്വസിക്കുന്നു, നീ മൂസയിൽ വിശ്വസിക്കുന്നു, നീ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, നീ എത്രയും ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുകയും മൂസയിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ പല വഴികളും ശ്രമിച്ചു. പരമാവധി ഉപദേശിച്ചു. പലവരെ കൊണ്ട് ഉപദേശിപ്പിക്കുകയും അവൻ്റെ അനുയായികളെ വിട്ട് ഉപദേശിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നും മാഷിദ ബേബി ഒട്ടും തന്നെ പിന്മാറാൻ ശ്രമിച്ചില്ല. മാഷിദ ബേബി പറഞ്ഞു, എൻ്റെ റബ്ബ് ഏക ഇലാഹാണ്, ഞാൻ ഏക ഇലാഹിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇസ്ലാം ദീനിൽ വിശ്വസിക്കുന്നു, ഞാൻ മൂസയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് വീണ്ടും ഫിർഔന് കലി തുള്ളി. ഫിർഔൻ പറഞ്ഞു, ഇതിൽ നിന്ന് നീ പിന്മാറിയില്ലെങ്കിൽ, ഇതിൽ നിന്നും നീ ഒട്ടും തന്നെ പിന്മാറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ നിന്നെയും നിൻ്റെ 3 മക്കളെയും ഞാൻ തീയിലിട്ട് എണ്ണയിലിട്ട് തീയിലിടുമെന്ന് പറഞ്ഞു, ചുട്ട് കരിയിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് മാഷിദ ബീവി ഒട്ടും തന്നെ പിന്മാറാൻ ശ്രമിച്ചില്ല. ഏക ഇലാഹിൽ തന്നെ അവൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ അനുയായികളോട് പറഞ്ഞു, മാഷിദയെയും 3 മക്കളെയും എണ്ണയിലിട്ട് മുക്കി ചുട്ട് കരിയിച്ച് കൊല്ലണമെന്ന്. അങ്ങനെ അവർ ഒരു തീക്കൊണ്ടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. മാഷിദയെയും 3 മക്കളെയും വിളിച്ച് തീക്കൊണ്ടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, മാഷിദ. അങ്ങനെ ആ തീക്കൊണ്ടാരത്തിൻ്റെ മുകളിൽ ഒരു വലിയ പാത്രത്തിൽ എണ്ണയും ഒഴിച്ചു. ആ എണ്ണ ചെമ്പിൽ കിടന്ന് തിളച്ചു കൊണ്ടിരിക്കുന്നു. ആ എണ്ണയുടെ മുമ്പിൽ വെച്ചു മാഷിദ ബീവിയെ വിളിച്ചു. ഫിർഔൻ പറഞ്ഞു, മാഷിദ, നീ ഇതിൽ നിന്നും പിന്മാറുന്നുണ്ടോ? ഇത് നിനക്കുള്ളതല്ല, ഇത് നിൻ്റെ 3 മക്കൾക്കുള്ള